ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. ഉത്തർപ്രദേശിൽ 40,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. വന്യമൃഗ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് കേരള, കർണാടക, തമിഴ്നാട് വനമന്ത്രിമാരുടെ പ്രത്യേക യോഗം കർണാടകയിൽ പുരോഗമിക്കുന്നു. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൌൺസിലിൽ അടിയന്തര പരിഷ്കാരങ്ങൾ അനിവാര്യമാണെന്ന് ഇന്ത്യ. കനത്ത ചൂട് കണക്കിലെടുത്ത് സംസ്ഥാനത്തെ 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഉത്തർപ്രദേശിൽ 40,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. അസംഗഡ് ജില്ലയിലെ എയർ സ്ട്രിപ്പിന് സമീപം സംഘടിപ്പിച്ച പൊതുയോഗത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യുകയാണ്. 2047ഓടെ രാജ്യത്തെ വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിവരുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഹൈവേകൾ, വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ എന്നിങ്ങനെ മുൻകാലങ്ങളിൽ കാണാത്ത തരത്തിലുള്ള അടിസ്ഥാന സൌകര്യ വികസനത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അസംഗഡിലെ സുഹേൽദേവ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയും ശ്രീ നരേന്ദ്രമോദി സന്ദർശിക്കും. 2 ദിവസത്തെ ഉത്തർപ്രദേശ് സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്നലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരാണസിയിലെത്തിയത്. മധ്യപ്രദേശിൽ 9,811 കോടി രൂപയുടെ വ്യോമ പദ്ധതികളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി ഇന്ന് നിർവഹിക്കും. ഛത്തീസ്ഗഡ് സർക്കാരിന്റെ മഹ്താരി വന്ദൻ യോജന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഉദ്ഘാടനം ചെയ്യും. പദ്ധതിയുടെ ഗുണഭോക്താക്കളായ സ്ത്രീകളുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തും. ഈ പദ്ധതിയിലൂടെ 70 ലക്ഷത്തിലധികം സ്ത്രീകൾക്ക് ഓരോ മാസവും 1000 രൂപ ഓൺലൈനായി കൈമാറും. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ 655 കോടിയിലധികം രൂപ നേരിട്ട് അക്കൌണ്ടുകളിലേക്ക് കൈമാറും. വന്യമൃഗ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് ബന്ദിപ്പൂരിൽ പ്രത്യേക യോഗം ആരംഭിച്ചു. കേരള, കർണാടക, തമിഴ്നാട് വനമന്ത്രിമാരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. കാടിറങ്ങുന്ന വന്യമൃഗങ്ങളെ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ചർച്ചയാവുക. വയനാട്ടിൽ വന്യമൃഗ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് യോഗം. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൌൺസിലിൽ അടിയന്തര പരിഷ്കാരങ്ങൾ അനിവാര്യമാണെന്ന് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ. സുരക്ഷാ കൌൺസിലിന്റെ പരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള 78ാമത് സെഷനിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി രുചിര കാംബോജാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. 2000 നടന്ന സഹസ്രാബ്ദ ഉച്ചകോടിയിൽ സമഗ്രമായ പരിഷ്കാരങ്ങൾക്ക് ലോക നേതാക്കൾ പ്രതിജ്ഞാബദ്ധരായെങ്കിലും ഇപ്പോഴും നീണ്ട ചർച്ചകൾ മാത്രമേ നടക്കുന്നുള്ളൂവെന്നും ശ്രീമതി രുചിര ചൂണ്ടിക്കാട്ടി. യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ EFTA-യുമായി ഇന്ത്യ വ്യവസായ സാമ്പത്തിക പങ്കാളിത്ത കരാർ ഒപ്പുവച്ചു. കരാറിലൂടെ EFTA രാഷ്ട്രങ്ങൾ രാജ്യത്ത് $100 ബില്യൺ നിക്ഷേപം നടത്തുമെന്നും വിവിധ മേഖലകളിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ ന്യൂഡൽഹിയിൽ പറഞ്ഞു. ഇന്ത്യ സന്ദർശനത്തിനായി ഐസ്ലൻഡിന്റെ വിദേശകാര്യമന്ത്രി ബിയാർണി ബെനഡിക്സൺ ഡൽഹിയിലെത്തി. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് ഊഷ്മള സ്വീകരണം നൽകി. ഐസ്ലൻഡ് വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് മന്ത്രാലയം സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൌൺസിലിൽ സ്ഥിരാംഗത്വത്തിനായുള്ള ഇന്ത്യയുടെ സ്ഥാനാർത്ഥിത്വത്തിന് പരസ്യമായി പിന്തുണ നൽകിയ ആദ്യത്തെ നോർഡിക് രാജ്യമാണ് ഐസ്ലൻഡ്. ഇന്ത്യയുടെയും അമേരിക്കയുടെയും തീരസംരക്ഷണ സേനകൾ ആൻഡമാനിലെ പോർട്ട് ബ്ലെയറിൽ സംയുക്തമായി നടത്തിയ സമുദ്ര സുരക്ഷാ അഭ്യാസം സമാപിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമുദ്ര സഹകരണവും പരസ്പര പ്രവർത്തനവും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു സീ ഡിഫൻഡേഴ്സ് 2024 സംഘടിപ്പിച്ചത്. ഡൽഹിയിൽ കുഴൽക്കിണറിനുള്ളിൽ വീണ ആളിനായി രക്ഷാപ്രവർത്തനം തുടരുന്നു. കുട്ടിയാണ് കുഴൽക്കിണറിൽ വീണതെന്നാണ് സൂചന. കേശവ്പൂർ മാണ്ടിക്ക് സമീപം ജലബോർഡ് പ്ലാന്റിനുള്ളിലാണ് അപകടമുണ്ടായത്. കുഴൽക്കിണറിന് 40 അടി താഴ്ചയുണ്ട്. ഫയർഫോഴ്സും പോലീസും NDRF സംഘവും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കോൺഗ്രസ് MP രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്ര ഗുജറാത്തിൽ തുടരുന്നു. ഇന്ന് രാവിലെ മാണ്ഡവിയിൽ നിന്ന് യാത്ര പുനരാരംഭിച്ചു. നാളെ ഗുജറാത്ത് പര്യടനം പൂർത്തിയാക്കി 12-ന് യാത്ര മഹാരാഷ്ട്രയിൽ പ്രവേശിക്കും. ഈ മാസം 17-ന് മുംബൈയിലെ ശിവാജി പാർക്കിലാണ് യാത്രയുടെ സമാപനം. ഉത്തർപ്രദേശ്, ബീഹാർ നിയമസഭാ കൌൺസിൽ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടിക BJP പ്രഖ്യാപിച്ചു. ബീഹാറിലെ ആകെ 11 സീറ്റുകളിൽ 3 BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. UPയിൽ BJP മത്സരിക്കുന്ന 13 MLC സീറ്റുകളിൽ 7 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഈ മാസം 21-നാണ് ബീഹാറിലും UPയിലും തെരഞ്ഞെടുപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @All India Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER News_TVM എന്ന X ഹാൻഡിലും സന്ദർശിക്കാം.
ദേശീയപാത 66ന്റെ ഭാഗമായ തലശ്ശേരി മാഹി ബൈപ്പാസ് റോഡിന്റെയും മുക്കോല മുതൽ കേരള തമിഴ്നാട് അതിർത്തി വരെ നിർമ്മിച്ച റോഡിന്റെയും ഉദ്ഘാടനം നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെ നിർവഹിക്കും. ഉദ്ഘാടനത്തിന് മുന്നോടിയായി മാഹി ബൈപ്പാസ് റോഡ് ട്രയൽ റണ്ണിനായി തുറന്നുകൊടുത്തു. ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ ഇന്നും നാളെയും നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതേസമയം ഉയർന്ന താപനില അനുഭവപ്പെടുന്നതിനാൽ ഇന്ന് 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്നും പാലക്കാട്, കൊല്ലം ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, കോട്ടയം, കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തൃശൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും അനുഭവപ്പെടും. രായലസീമ, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിലും അടുത്ത 2 ദിവസങ്ങളിൽ പകൽ ചൂട് കൂടുതലായിരിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതേസമയം ഈ മാസം 14 വരെ പടിഞ്ഞാറൻ ഹിമാലയൻ മേഖലയിൽ നേരിയതോ മിതമായതോ ആയ മഴയും മഞ്ഞുവീഴ്ചയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അസം, മേഘാലയ, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര എന്നിവിടങ്ങളിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും പ്രവചനമുണ്ട്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള ഇരട്ടവരി തുരങ്കപ്പാതയെന്ന പേര് ഇനി അരുണാചൽ പ്രദേശിലെ സേല ടണലിന് സ്വന്തം. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് തുരങ്കപാത രാജ്യത്തിന് സമർപ്പിച്ചത്. ഒരു റിപ്പോർട്ട്. കനത്ത മഴയും അടിക്കടിയുണ്ടാകുന്ന മഞ്ഞുവീഴ്ചയും മൂലം ബാലിപാര, ചാരിദൌർ, തവാങ് പാത അടച്ചിടേണ്ടി വരുന്നത് തുടർക്കഥയായതോടെയാണ് തുരങ്കപാത പദ്ധതി പരിഗണനയിൽ വന്നത്. 2019 ഫെബ്രുവരി 9 പ്രധാനമന്ത്രി പദ്ധതിയുടെ ശിലാസ്ഥാപനം നടത്തിയത്. അതേ വർഷം ഏപ്രിൽ 1 പാതയുടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു. സമുദ്രനിരപ്പിൽ നിന്ന് 13,000 അടി ഉയരത്തിലാണ് സേല തുരങ്കപാത. യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ നിന്നും അധികം അകലെയല്ലാതെ സ്ഥിതി ചെയ്യുന്നതിനാൽ തന്ത്രപരമായ പ്രാധാന്യം കൂടി ഈ പാതയ്ക്കുണ്ട്. 2 തുരങ്കങ്ങളാണ് പദ്ധതിയിലുള്ളത്. 1003 മീറ്റർ നീളമുള്ള സിംഗിൾ ട്യൂബ് ടണലും അടിയന്തര ഘട്ടങ്ങളിൽ പുറത്തു കടക്കാനുള്ള രക്ഷാക്കുഴലുകൾ ഉൾപ്പെടുന്ന 1595 മീറ്റർ നീളമുള്ള മറ്റൊരു ടണലുമുണ്ട്. കൂടാതെ 8.6 കിലോമീറ്റർ നീളത്തിൽ അപ്രോച്ച്, ലിങ്ക് റോഡുകളും ഈ പാതയിലുണ്ട്. 825 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. തൊഴിലാളികൾ ഉൾപ്പെടെ 650ഓളം പേരാണ് 5 വർഷം നീണ്ട നിർമ്മാണ പ്രവർത്തനത്തിൽ പങ്കെടുത്തത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സമഗ്ര ശിക്ഷ കേരളം സംഘടിപ്പിക്കുന്ന പഠനോത്സവം 2024ന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ നടക്കും. ഉദ്ഘാടനം നാളെ തിരുവനന്തപുരം പൂജപ്പുര ഗവൺമെന്റ് UP സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി നിർവഹിക്കും. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളായി വളർന്നതിന്റെ ജനകീയ വിലയിരുത്തലിനുള്ള അവസരമായാണ് സ്കൂളുകളിൽ പഠനോത്സവം സംഘടിപ്പിക്കുന്നത്. കേന്ദ്ര സഹമന്ത്രി V. മുരളീധരൻ ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ആറ്റിങ്ങലിൽ സാഹിത്യവേദിയുടെ ഗുരുവന്ദനം, വിഴിഞ്ഞത്ത് അഖിലേന്ത്യാ നാടാർ അസോസിയേഷൻ വാർഷികോത്സവം എന്നിവയിൽ അദ്ദേഹം പങ്കെടുക്കും. പരീക്ഷണാടിസ്ഥാനത്തിൽ കഴക്കൂട്ടത്ത് സ്റ്റോപ്പ് അനുവദിച്ച തിരുവനന്തപുരം മധുരൈ അമൃത എക്സ്പ്രസിന്റെ ഫ്ളാഗ് ഓഫും ശ്രീ മുരളീധരൻ നിർവഹിക്കും. 71ാമത് ലോകസുന്ദരിയായി ചെക്ക് റിപ്പബ്ലിക്കിലെ ക്രിസ്റ്റീന പിസ്കോവ തെരഞ്ഞെടുക്കപ്പെട്ടു. ഇന്നലെ മുംബൈയിൽ നടന്ന മിസ് വേൾഡ് 2024 മത്സരത്തിൽ 115 രാജ്യങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികളെ പിന്തള്ളിയാണ് ക്രിസ്റ്റീന വിജയ കിരീടം ചൂടിയത്. മിസ് ലെബനൻ യാസ്മിന സെയ്റ്റൂൺ ഫസ്റ്റ് റണ്ണറപ്പായി തെരഞ്ഞെടുക്കപ്പെട്ടു. 96ാമത് ഓസ്കർ അവാർഡുകൾ നാളെ പ്രഖ്യാപിക്കും. അമേരിക്കയിലെ കാലിഫോർണിയയിൽ ഇന്ത്യൻ സമയം പുലർച്ചെ 4 മണിക്ക് നടക്കുന്ന ചടങ്ങിലാണ് പ്രഖ്യാപനം. ക്രിസ്റ്റഫർ നോലാൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹെയ്മറാണ് മികച്ച ചിത്രത്തിനുള്ള അവാർഡ് പട്ടികയിൽ ഒന്നാമത്. പുതിയ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനൊരുങ്ങി പോർച്ചുഗൽ. പ്രധാനമന്ത്രി അന്റോണിയോ കോസ്റ്റ കഴിഞ്ഞ നവംബറിൽ രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ്. സെന്റർ ലെഫ്റ്റ് സോഷ്യലിസ്റ്റ് പാർട്ടി, സെന്റർ റൈറ്റ് സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടികളാണ് പോർച്ചുഗലിനെ കാലാകാലങ്ങളായി മാറി മാറി ഭരിച്ചുവരുന്നത്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സിനെ നേരിടും. ബംഗളൂരു അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. ഉത്തർപ്രദേശിൽ 40,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. വന്യമൃഗ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് കേരള, കർണാടക, തമിഴ്നാട് വനം മന്ത്രിമാരുടെ പ്രത്യേക യോഗം കർണാടകയിൽ പുരോഗമിക്കുന്നു. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൌൺസിലിൽ അടിയന്തര പരിഷ്കാരങ്ങൾ അനിവാര്യമാണെന്ന് ഇന്ത്യ. കനത്ത ചൂട് കണക്കിലെടുത്ത് സംസ്ഥാനത്തെ 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.